ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ മൂഞ്ചുന്നത് ആരൊക്കെ വാഴുന്നത് ആരൊക്കെ വല്ലാത്തൊരവസ്ഥ താണ്ടി ജയിക്കാൻ ആരൊക്കെ ബിഗ് ബോസ് ബിഗ് ബോസ് ഞാനിപ്പോ ഈ പാട്ടിനെ ഇൻസൾട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് നെഗറ്റീവായി കഴിഞ്ഞാൽ, പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് കിട്ടും, നന്നായിട്ട് അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മുമ്പോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫെയിമിനെയൊക്കെ ലക്ഷറി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സത്യമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂഞ്ചുന്നത് ആരൊക്കെ വാഴുന്നത് ആരൊക്കെ എന്ന്. സത്യമല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടാ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകളുടെ കാര്യം ഐ ഡോണ്ട് നോ. എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു ഷോ മാത്രമാണ്. എങ്ങനെ? വെറും ഒരു ഷോ മാത്രമാണ്. ഞാനത് കാണുന്നു, റിവ്യൂ ചെയ്യുന്നു, ടാറ്റ ബൈ ബൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചാച്ചി ഉറങ്ങുന്നു, കഴിഞ്ഞ് കലാസ്. അതാകുമ്പോ എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സുഖവും സമാധാനവും സന്തോഷവും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സുഖവും സമാധാനവും സന്തോഷവും ഒക്കെയാണ്, അല്ലേ? അപ്പം ഈ ഷോ കാണുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചില കണ്ടസ്റ്റൻസിന്റെ അതിലെ കാര്യങ്ങളെ വെച്ചിട്ട് പോസിറ്റീവ് പറയാം, എന്താ പറയാ, ക്രിട്ടിസൈസ് ചെയ്യാം, വിട്ടുകളയുക. ഇപ്പൊ ജാസ്മിന്റെ കേസ് തന്നെ ഞാൻ എടുക്കാം. ജാസ്മിനെ ആദ്യ ടൈമിലൊക്കെ ഇപ്പൊ ഗബ്രി കോംബോ ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ കോംബോനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ജാസ്മിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഗബ്രിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് തന്നെയായിരുന്നു പണി. അന്നേരം കോൺഫിഡന്റ് ആണ്. കാര്യം അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നുള്ളൂ, ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളൂ. അപ്പം മറ്റ് കണ്ടസ്റ്റൻസിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പോസിറ്റീവ് പറയും, നെഗറ്റീവ് എല്ലാം പറയും, എല്ലാം പറയും, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയും. പക്ഷെ എൻ്റെ ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരാളെ കുറിച്ച് പോസിറ്റീവ് പറയുന്ന സമയത്ത് ആ പോസിറ്റീവ് പറയുന്ന സമയത്തും ഒരു ലിമിറ്റ് വെക്കും, ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വെക്കും. ആ ലിമിറ്റ് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ മനസ്സിന്റെ അകത്തും എൻ്റെ തലച്ചോറിന്റെ അകത്തും ചിന്തയുണ്ട്, ഈ ഷോവിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണ്ട, വെറൊരു ഷോ ആണ്. അപ്പോൾ നമ്മൾ അതിനെ വളരെ സീരിയസ് ആക്കി എടുത്ത് അതിനെ നെഞ്ചിലോട്ട് കയറ്റിയെടുത്ത് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ട് അത് അത്രയ്ക്ക് ഭയങ്കര സംഭവമായിട്ട് കാണിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതിവിടെ ഇത്രയും പറയാൻ കാരണം എന്താന്ന് വെച്ചാ, പലരും എൻ്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ജാസ്മിനെ വെളുപ്പിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ PR ആണോ, ജിൻഡോന്റെ ഹേറ്റർ ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ മേ ബി ഈ ഷോനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല, നോ ഇഷ്യൂസ്. പക്ഷെ അതൊരു തരത്തില് സമയം വേസ്റ്റ് ആണ്, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നൊരു വിഷയമാണത്, നമ്മളെ തന്നെ ടോക്സിക് ആക്കി കളയുന്നൊരു വിഷയമാണ് നമ്മൾ അത്രയും സീരിയസ് ആയിട്ടൊക്കെ ഈ ഒരു ഷോവിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ എൻ്റെ ഒരു അഭിപ്രായം
അങ്ങനെ ആവാതിരിക്കൂ എന്നുള്ളതാണ്. അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോവാം. എൻ്റെ അടുത്ത് അത്തരത്തിൽ കമന്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ള റെസ്പോൺസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോ പലരും വിചാരിക്കുന്നത് ജിൻഡോനോട് എനിക്ക് ഭയങ്കര ഹെയ്റ്റ് ആണ്, ജാസ്മിനോട് എനിക്ക് പ്രേമമാണെന്നൊക്കെയാണ്. ജിൻഡോനോട് എനിക്ക് എന്തിനാ ഹെയ്റ്റ്? എനിക്ക് പുള്ളിനെ വ്യക്തിപരമായിട്ട് അറിയത്ത പോലും ഇല്ല. പുള്ളി നല്ലൊരു എന്റർടൈനർ ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന കുറച്ച് വ്യക്തികളിൽ ഒരു വ്യക്തി പുള്ളിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അയാളുടെ ഗെയിമിന്റെ പാറ്റേണിനോട് താല്പര്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അയാളോട് ഇഷ്ടമില്ല എന്നുള്ളതല്ല, അയാളുടെ ഗെയിമിനോട് എനിക്ക് ഭയങ്കര താല്പര്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് പറയുമ്പോ എങ്ങനെയാണ് എനിക്ക് ജിൻഡോനോട് ഹെയ്റ്റ് ആവുന്നത്? അത് ആളുകൾ ഈ ഷോനെ പേഴ്സണൽ ആക്കിയിട്ട് എടുക്കുമ്പോഴും ഒരാളെ ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെക്കുമ്പോഴും അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണിത്. നമുക്കെന്തോ ഇവരോട് ഹെയ്റ്റാ, ഇവരോട് പ്രേമ എന്നൊക്കെയുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഹെയ്റ്റും ഇല്ല. ഇപ്പൊ ജാസ്മിന്റെ കേസില് ശരിയാണ്. ഇപ്പോ ജാസ്മിനെ ഈ ഒരു ഷോവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അടുത്തൊരു കേസാണ്. ഇപ്പൊ ഗബ്രി ജാസ്മിൻ കോംബോനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിനെ ഞാൻ ഒരുപാട് വീഡിയോസിന്റെ അകത്ത്, ഗബ്രീനെ ഞാൻ ഒരുപാട് വീഡിയോസിന്റെ അകത്ത് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ട ആൾക്കാർക്ക് അറിയാം. ഞാനിത് ഒരുപാട് തവണയായിട്ട് പറയുന്ന ഒരു കേസാണ്. പക്ഷെ ഞാന് എല്ലാ ദിവസവും ഈ ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ ജിൻഡോനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാം, മറ്റവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് ഈ ഷോനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഇപ്പോ ജിൻഡോനോട് എനിക്ക് ഹെയ്റ്റ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ജിൻഡോനെ കുറിച്ചിട്ടുള്ള ഹെയ്റ്റും പരത്താറില്ല. ഞാൻ ജിൻഡോനെ നെഗറ്റീവ് പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ജിൻഡോനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥം ഉണ്ടെന്നെങ്കിലും വെക്കാം. ഞാനൊരു കണ്ടസ്റ്റന്റിനെ ഭയങ്കരമായിട്ട് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് വർത്തമാനം പറയുന്ന ഏത് വീഡിയോ ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യില്ല. ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ അത് ചെയ്യില്ല. ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ജാസ്മിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരുപാട് വീഡിയോസിനകത്ത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും, ആളുകൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇടക്കാലത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് അവര് പോസിറ്റീവായിട്ടല്ല അവരെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അവർക്കെതിരെ ഈ സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഷോ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി വ്യക്തിപരമായിട്ട് ആളുകൾക്ക് അവരോട് ഭയങ്കരമായ ഒരു ഹെയ്റ്റ്, അല്ലെങ്കിൽ സ്ലട്ട് ഷേമിങ്, ആ ലെവലിലുള്ള ഹെവി ലെവൽ ടോക്സിസിറ്റിയിലേക്ക് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ കൂടുതൽ ഇൻവോൾവ് ആവുന്നു, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയപ്പോൾ ആ ഹെയ്റ്റിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഷോ കണ്ടിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യൂ, അതിനെക്കാട്ടിലും ഉപരി നമ്മൾ വ്യക്തിപരമായിട്ട് എടുത്തിട്ട് ഒരാളോട് ഒരു വെറുപ്പും വിരോധവും കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് സമയം വേസ്റ്റ്, നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് മോശം എന്നുള്ള തരത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഹെയ്റ്റിനെതിരെ മാത്രമാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജിൻഡോന്റെ ഗെയിം ആയിക്കോട്ടെ, ജാസ്മിന്റെ ഗെയിം ആയിക്കോട്ടെ, ഇവരുടെ രണ്ടുപേരുടെ ഗെയിമിനോടും പേഴ്സണലി എനിക്ക് ഒരു താല്പര്യമില്ല. അവരുടെ ഗെയിമിംഗ് പാറ്റേണിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കേസാണ്. ആളുകൾ പക്ഷെ അതൊന്നും കാണില്ല, ഈ പറഞ്ഞതൊന്നും കേൾക്കില്ല. ഈ ജാസ്മിന്റെ എതിരെ ഹെയ്റ്റിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് ആൾക്കാർ വന്നിട്ട് അത് മാത്രം നോട്ടീസ് ചെയ്തിട്ട് നീ അവരെ വിളിപ്പിച്ചു, നീ ഇവരെ വിളിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ? ഞാനിപ്പോ ഒരാളെ കുറിച്ചിട്ട് മറ്റൊരാളെ കുറിച്ച് ഞാൻ ഹെയ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഇത് പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരാളെ കുറിച്ചും ഹെയ്റ്റ് പരത്താത്തോളം കാലം എനിക്ക് ഇപ്പുറത്തൊരാളോടുള്ള ഹെയ്റ്റ് വരുന്ന സമയത്ത് ആ ഹെയ്റ്റിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു വ്യക്തിയോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെയുള്ള വീഡിയോസ്, അവർക്കെതിരെ പറയുന്ന വീഡിയോസ് മാത്രം കാണാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടോളൂ. അതിനുള്ള സോഴ്സ് ഇവിടെ ആക്ച്വലി ഉണ്ട്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ വീഡിയോസ് അപ്രോച്ച് ചെയ്യാം. ഇപ്പോ എന്റെ വീഡിയോ വന്നിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഹെയ്റ്റും, ലിമിറ്റഡ് ആയിട്ടുള്ള ഹെയ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ക്രിറ്റിസിസംസും, ലിമിറ്റഡ് ആയിട്ടുള്ള
എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷോ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാര്യം അതിൻ്റെ അകത്തുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി അവരാണ് ഏറ്റെടുക്കേണ്ടത്. അതിനുള്ള തെറിയും തുപ്പും അവരാണ് കേൾക്കേണ്ടത്. അതിനുള്ള ആനുകൂല്യങ്ങൾ അവരാണ് എന്താണ് പറയുക എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അതുകൊണ്ടുള്ള ഒരു നേട്ടങ്ങളോ അല്ലെങ്കിൽ ഈ ഷോ കാരണോ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ കാരണം ഒരു നേട്ടങ്ങളോ നഷ്ടങ്ങളോ എന്നെയോ നമ്മൾ ആരെയും ബാധിക്കാനുള്ള സാധ്യത ഇല്ലാത്തോടത്തോളം കാലം എന്താണ് ഇതിൻ്റെ അകത്ത് അത്രയും പേഴ്സണലാക്കിയിട്ട് ഇൻവോൾവ് ആയിട്ട് ഭയങ്കരമായിട്ട് ആരെയും തലയെ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഒരാളെ തന്നെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്റെ കാഴ്ചപ്പാടാണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എന്താണ് ഇന്ന് എന്റെ ഇപ്പൊ ഈ ജാസ്മിന്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ജാസ്മിന്റെ പേഴ്സണൽ വിഷയം അത് ആദ്യം തൊട്ടേ ഈ ജാസ്മിന്റെ ഒരു മാരേജുമായി ബന്ധപ്പെട്ട് എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ആ പയ്യനുണ്ടല്ലോ, ആ പയ്യന്റെ പേര് പോലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ആ പേരെന്താണ്, ആരാന്നൊക്കെ ഉള്ളത് അറിയാവുന്ന തന്നെയാണ്. ആ വിഷയം തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഞാൻ ആ പയ്യന്റെ പേര് പോലും ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ ഷോവിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ല ആള്. സോ എന്റെ വീഡിയോസിലൂടെ ഞാൻ അയാളുടെ പേര് ഇവിടെ വലിച്ചഴച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ആക്ച്വലി ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ പയ്യനും ഈ ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഫസ്റ്റ് തൊട്ടേ കേൾക്കുന്നുണ്ട്. ഞാനും കാര്യങ്ങൾ അറിയുന്നുണ്ട് ആ വിഷയത്തെ കുറിച്ചിട്ട്. ആ വിഷയത്തില് ഈ ജാസ്മിന്റെ ഭാഗത്ത് ഇപ്പൊ ജാസ്മിന്റെ വെളിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെന്നിട്ട് അവര് ഗബ്രിയുടെ അടുത്ത് അങ്ങനെ ഒരു അപ്രോച്ചിൽ പെരുമാറിയത് ഒബ്വിയസ്ലി പുറത്ത് ഉള്ള ആൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും. അയാൾക്ക് ചീറ്റ് ചെയ്യപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഒബ്വിയസ്ലി തോന്നിയിട്ടുണ്ടാവും. അയാളുടെ ഫീലിങ്സിന് 100% ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ചെയ്തത് 100% മിസ്റ്റേക്ക് ആണ്, തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പൊ ആ നിലപാട് വ്യക്തമാക്കുകയാണ്. എനിക്ക് ജാസ്മിനോട് ആ കാര്യത്തിലൊന്നും ഒരു യോജിപ്പുമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, 100% തെറ്റ് തന്നെയാണ്. ഒരു പുറത്തുനിന്നൊരു കമ്മിറ്റ്മെന്റ് ഒരാളോട് ഉള്ള സമയത്ത് അയാളോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വെളിയിൽ നിന്ന് തന്നെ അത് പറഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് കയറേണ്ടിയിരുന്നത്. അപ്പൊ പുറത്തൊരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ കൂടെ അത്രയും കാര്യം അത്രയും ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ അവരോട് അത്രയും അടുത്തിടപഴകുന്ന സമയത്ത് ആ ഒരു എനിക്ക് വിഷയമല്ല അവരെങ്ങനെ ആരോട് ഇടപഴകി കഴിഞ്ഞു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചുള്ള എന്റെ ആരും അല്ല ജാസ്മിൻ. പക്ഷെ ആ പയ്യനെ പുറത്തുനിന്നുള്ള ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന സമയത്ത് അയാൾക്ക് എന്തായാലും വിഷമം തോന്നും. ആർക്കാണെങ്കിലും വിഷമം തോന്നും. അവരങ്ങനെ അതിൻ്റെ അകത്ത് പെരുമാറുന്നേ എന്നുള്ളൊരു സാധനം തോന്നും, ഒബ്വിയസ്ലി തോന്നും. അതുകൊണ്ട് തന്നെ മറ്റേ പയ്യന്റെ ആ വികാരത്തെ മനസ്സിലാക്കി ആ പയ്യന്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പക്ഷെ ഈ വിഷയം സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടേ ഞാൻ അതിൽ കയറിയിട്ട് ഇടപെട്ടിട്ടില്ല. ആ ഇടപെടാത്തത് എനിക്കൊരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളായതുകൊണ്ടോ PR ആയതുകൊണ്ടോ ഒന്നുമല്ല. അത് മനഃപൂർവ്വം ഇടപെടാതിരുന്നത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഷോ മാത്രമാണ്. ഈ ഷോയിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോയി കടന്നുറങ്ങുക, അടുത്ത ദിവസം എപ്പിസോഡ് കാണുക, ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഉള്ളൊരു കണ്ടസ്റ്റന്റിന്റെ പുറത്തുള്ള വ്യക്തിപരമായിട്ടുള്ള ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൽ കയറി തലയിട്ടിട്ട് ഞാൻ കൂടുതലൊരു താല്പര്യം കാണിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പറയുകയോ അതില് ഭയങ്കരമായിട്ട് കടന്ന് വീണ് ഉരുണ്ട് കളിക്കാൻ എനിക്ക് സത്യത്തിന് താല്പര്യമില്ല. അത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലേ? ഇപ്പൊ എനിക്ക് എന്തോരം വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തോരം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്ക് അതിൽ കയറി ഇടപെട്ടിട്ട് ഇപ്പൊ ഒരു അഭിപ്രായം എന്റെ സ്റ്റാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് 3-4 വീഡിയോസ് അടിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പുളിക്കുകയോ? എനിക്ക് പബ്ലിക്കിൽ നിന്ന് നല്ല സപ്പോർട്ടും കിട്ടും, എനിക്ക് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടും, നല്ല പൈസ എനിക്ക് കിട്ടും. എനിക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള സമയമാണത്. എനിക്ക് പൈസ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഞാനത് കയറിയിട്ട് തലയിടാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ സോഷ്യൽ മീഡിയയിലൊന്നല്ല, എൻ്റെ യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട്, എനിക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
എനിക്ക് ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം കൂടുതൽ കൺസേൺഡ് ആയാൽ പോരെ, ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരെ, ഞാൻ അതിലേക്ക് മാത്രം ഇൻവോൾവ് ആയാൽ പോരെ എന്നുള്ളൊരു ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എനിക്ക് ഇതൊക്കെ എന്നെ ബാധിക്കാത്ത വിഷയമായതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും പേഴ്സണൽ മാറ്ററിലേക്ക് ഞാൻ കടന്നു കയറി ചെന്ന് അവിടെ ഒരു അഭിപ്രായം പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല. അതാണ് മെയിൻ റീസൺ. ഇപ്പൊ ഞാൻ ഈ വീഡിയോന്റെ അകത്ത് വന്നിട്ട് ഈ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാൻ കാരണം ഇത്രേ ഉള്ളൂ. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിപ്പോ ഒരാളോട് ഹേറ്റ് വെക്കുന്നു, ഒരാളെ തലക്കേറ്റി നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ആക്ച്വലി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ PR അല്ല, ആരും പൈസ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഒന്നാമത് ജാസ്മിന്റെ കേസിലൊക്കെ ജാസ്മിൻ ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജാസ്മിന്റെ മറ്റേ ബ്യൂട്ടി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവരെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരുടെ അത്തരത്തിലുള്ള അപ്രോച്ചിനോടൊന്നും ഒരു താല്പര്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവര് വ്യക്തിപരമായിട്ട് അറിയത്ത പോലും ഇല്ലെന്ന്. പിന്നെ PR ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ കാശിന്റെ പരിപാടിയാണ്. എനിക്ക് ഇത്രയും റീച്ച് കുറവാ, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറവാ. അപ്പൊ ഇത്രയും താഴെ ലെവലിൽ നിൽക്കുന്ന എനിക്ക് അവര് കാശ് തന്ന് ഏൽപ്പിച്ചിട്ട് അതിന്റെ അകത്തേക്ക് പോകാൻ അവർക്ക് തലയ്ക്ക് പ്രാന്തോ? ആ PR പരിപാടിയോ വെളുപ്പിക്കലോ അതൊന്നുമല്ല. എന്റെ ഒരു അപ്രോച്ച് ഈസ് ഡിഫറെന്റ്. ദാറ്റ്സ് ഇറ്റ്. എന്റെ അപ്രോച്ച് ഈസ് ഡിഫറെന്റ്. മൈ കാഴ്ചപ്പാട് ഈസ് ഡിഫറെന്റ്. ഞാൻ തുറന്ന് എന്റെ എത്രയോ വീഡിയോസിന്റെ അകത്ത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എത്രയോ വീഡിയോസിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജാസ്മിന്റെ ഗെയിമിന്റെ രീതിയോടോ അല്ലെങ്കിൽ ജാസ്മിന്റെ അതിൻ്റെ അകത്തുള്ള പെരുമാറുന്ന രീതിയോടോ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇപ്പോ ജിൻഡോന്റെ ആണെന്നുണ്ടെങ്കിലും അപ്രോച്ചിനോട് എനിക്ക് താല്പര്യമില്ല. രണ്ടുപേരുടെ അപ്രോച്ചിനോട്, രണ്ടുപേരുടെ ഗെയിമോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരുടെ സംസാര രീതികളോടോ എനിക്ക് ആക്ച്വലി താല്പര്യമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ എല്ലാ വീഡിയോന്റെ അകത്തും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത പോലെ ആവൂലേ? എന്റെ വീട്ടിലും എന്റെ ഫാമിലിയിൽ കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവര് എന്റെ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാനിരുന്ന് ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ഒരാളുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് എന്നോട് അവര് വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീല് സ്വയം തോന്നുന്നില്ലേ, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം എനിക്ക് പറയാൻ വേണ്ടി പറ്റും? ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്നോ? അപ്പോഴും അവരെന്നോട് തിരിച്ചു ചോദിക്കില്ലേ, പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളോ? പൈസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ നിങ്ങൾ തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉത്തരം മുട്ടും. ആ ചോദ്യത്തെ ഭയന്നുകൊണ്ടൊന്നുമല്ല, പക്ഷെ എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഞാനിങ്ങനെ പരമാവധി ഒരു കാര്യം കാണുന്ന സമയത്ത് ആ കാര്യത്തെ ലഘുവായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളൂ. അതിലാണ് സുഖം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ജാസ്മിന്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജാസ്മിൻ ഒരിക്കലും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വെച്ചിട്ട് വെളിയിലുള്ള ആ പയ്യന്റെ പേര് പരാമർശിക്കരുതായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ജാസ്മിൻ ഒരിക്കലും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പോയിട്ട് പുറത്തുള്ള ആ പയ്യന്റെ പേര് പരാമർശിക്കരുതായിരുന്നു. അവിടേക്ക് വലിച്ചിടരുതായിരുന്നു, ആ ഷോവിന്റെ അകത്തേക്ക് വലിച്ചിടരുതായിരുന്നു. കാര്യം അയാൾ വെളിയിലുള്ള ഒരാളാണ്, അയാൾക്ക് ഷോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അയാളെ പബ്ലിക്കിലേക്ക് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതങ്ങനെ പ്രസന്റ് ചെയ്ത് വരുന്നു. അവസാനം ആ പയ്യനെ കുറിച്ചിട്ട് ആൾക്കാർ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ആ പയ്യന്റെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതൊരു കണ്ടന്റ് ആയിട്ട് മാറി. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളുമായിട്ട് മുമ്പോട്ട് പോയി. അപ്പൊ അവര് ജാസ്മിൻ ചിന്തിക്കേണ്ട വിഷയം, ഞാൻ ഉള്ളിലിരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ വെളിയിൽ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. ആ വ്യക്തി വെളിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുഭവിക്കേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത ജാസ്മിന് വേണ്ടതാണ്. അത് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം തന്നെയാണ്. ജാസ്മിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഇമ്മച്യൂർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഇമ്മച്യൂരിറ്റി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ അനുഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവും ആക്ച്വലി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.
അപ്പം ഇവിടെ അഫ്സലിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ്. അയ്യോ സോറി, അയാളുടെ പേര് പെട്ടെന്ന് വായിൽ വന്നു. ഐ എം സോറി. 20 മിനിറ്റായി എന്റെ വീഡിയോ. ഈ സമയത്താണ് എന്റെ വായിൽ വന്നത് അറിയാണ്ട് ഞാൻ പരമാവധി പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. ആ പയ്യന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ ചാറ്റ് ബോക്സ് വെളിയിൽ വിട്ടതാണ്. ഈ പേഴ്സണൽ വർത്തമാനം, അതിപ്പോ ഫോൺ കോൺവെർസേഷൻ അല്ല, ചാറ്റ്. യെസ്, ഇത് ഈ പേഴ്സണൽ കോൺവെർസേഷൻ വെളിയിലേക്ക് വിട്ടതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കൃത്യമായിട്ട് പറയാലോ, 100% എനിക്കതിൽ വിയോജിപ്പുണ്ട്. ഇത് പറയുന്ന സമയത്ത് ഞാൻ ജാസ്മിനെ വിളിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇറ്റ്സ് ഓക്കെ. എന്റെ കാഴ്ചപ്പാടിൽ ഞാനത് വെളുപ്പിക്കുന്നതല്ല, ഫാക്ട് പറഞ്ഞതാണ്. ഞാൻ എന്റെ ക്വാളിറ്റിയിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ കോൺവെർസേഷൻ ആ വ്യക്തി ഇപ്പൊ ചുറ്റുവട്ടത്തിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് വെളിയിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട്, ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ട് വെളിയിൽ ഭയങ്കരമായ ഹേറ്റും സ്ലട്ട് ഷേമിങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പയ്യന്റെ ഫീലിങ്സ് പറയാം, ആ പയ്യനുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ട് പറയാം, ആ പയ്യന് തെറിവിളികളും ചീത്തവിളികളും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പരാമർശിക്കാം, അതിനെതിരെ സംസാരിക്കാം. അയാൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനുള്ള ഫ്രീഡം 100% ആക്ച്വലി ഉണ്ട്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഈ ചാറ്റ് ബോക്സും കൂടി വെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാല് അയാൾക്ക് തൃപ്തി വരുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തൃപ്തിപ്പെടലിനോട് എനിക്ക് യാതൊരു ബഹുമാനവും തോന്നുന്നില്ല. അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പേഴ്സണൽ ചാറ്റ് ബോക്സ്, പേഴ്സണൽ കോൺവെർസേഷൻ വെളിയിലേക്ക് വിടുന്നത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ എന്റെ കൃത്യമായ നിലപാടിവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ആ പയ്യന്റെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കാത്തത്? അവൻ അത്രയും അനുഭവിച്ചത് കൊണ്ടല്ലേ, അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ അത്രയും നാണയത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പറയേണ്ടി വന്നത്? അവന്റെ ഭാഗം ക്ലിയർ ആക്കണ്ടേ? പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അതിന് മറുപടി ഉണ്ട്. എന്റെ കയ്യിൽ മറുപടിക്ക് യാതൊരു കുറവുമില്ല, കൃത്യമായിട്ട് പറയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, അഫ്സലിന്റെ ഭാഗം ബോധിപ്പിക്കാം. ആക്ച്വലി ആ പയ്യന്റെ ഭാഗം എന്താ പറയാ, ആ പയ്യന്റെ ഭാഗം ക്ലിയർ ആക്കാം, പറയാം, സംസാരിക്കാം, അയാളുടെ ഭാഗങ്ങൾ സംസാരിക്കാം. പക്ഷെ ഈ പേഴ്സണൽ കോൺവെർസേഷൻ വിട്ടാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള യാതൊരു നിർബന്ധവും ആക്ച്വലി ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ആളുകളുടെ മുമ്പിൽ കോമാളിയായി, ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്നെ അങ്ങനെ കണ്ടു, ആളുകൾ അവനെ അങ്ങനെ കണ്ടു, ആളുകൾ അയാളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു, ആളുകൾ ഇയാൾ എങ്ങനെ ചിന്തിച്ചു. ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്താ? ആളുകൾ എന്ത് വിചാരിക്കണു, ഇയാൾ എന്ത് വിചാരിക്കണു, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ബ്രേക്കപ്പ് ആയ ഇവർ എന്ത് വിചാരിക്കും, എന്നെ ഒരാൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, എന്താണ് പറയാ, എന്നെ ഒരാൾ പറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ കോമാളിയാവോ, ഞാൻ ഒരാളെ കല്യാണം കഴിച്ച് ഞാൻ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് മോശം പറയോ, ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ പറയാ, നാട്ടുകാർ എന്റെ ഭാഗത്താ തെറ്റെന്നുള്ള രീതിയിൽ പറയോ. അവനവന്റെ എന്താ ഫീലിങ്, അല്ലെങ്കിൽ അവനവനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെക്കാട്ടിലുപരി എന്താണ് നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു, നാട്ടുകാരെന്നെ കുറിച്ച് മോശം വിചാരിക്കുവോ. ഈ ഒരു വിഷയം കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് പറയാ ആത്മഹത്യകൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ നാട്ടുകാരെ ഭയന്നുകൊണ്ട് നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാര് വിഷമിച്ച് പേടിച്ചിട്ടാണ് ഇവിടെ ആത്മഹത്യകൾ ഉണ്ടാവുന്നേ, അല്ലേ? എത്ര പേര് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്? നാട്ടുകാരെ ഭയന്നുകൊണ്ട്, നാട്ടുകാരുടെ മുമ്പിൽ ഉള്ള നാണക്കേട് ഭയന്നുകൊണ്ട്, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം വിചാരിച്ചുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാർ ജീവൻ കൊടുക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എത്ര പേര് ജീവൻ കൊടുക്കുന്നുണ്ട് നാട്ടുകാരെ ഭയന്നുകൊണ്ട്. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 6-7 മാസം മുമ്പ് ഒരു പയ്യൻ ഇൻസ്റ്റഗ്രാമിന്റെ അകത്ത് പോസ്റ്റ് ഇട്ടിട്ട് മരണപ്പെട്ടല്ലോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നാ? ആളുകൾ ജോലിക്കാരും ചോദിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ, ആൾക്കാർ എനിക്ക് കഴിവില്ലാത്തവനാണെന്നുള്ള രീതിയിൽ വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ ജീവൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എനിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, എന്റെ ലൈഫ് എന്ത് ചെയ്യും എന്നുള്ളത് ചിന്തിച്ചിട്ടല്ല, ആളുകൾ എന്ത് വിചാരിക്കും, ആളുകളുടെ മുമ്പിൽ ഞാൻ പൊട്ടനായോ, കഴിവിട്ടവനായോ, കോമാളിയായോ, ഇത് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇതാവുന്നേ.
അപ്പൊ എനിക്കിപ്പോ ഈ ജാസ്മിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ആരും നാട്ടുകാരെ ഭയക്കേണ്ട ആവശ്യമില്ല. ജാസ്മിൻ ആണെങ്കിലും വെളിയിലുള്ള ആ പയ്യനാണെന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരെ ഭയക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നാട്ടുകാരെ ഒരു തേങ്ങാ പോലെയും ഈ രണ്ടുപേരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി പേഴ്സണൽ ലൈഫ് രണ്ടാൾക്കാരും പബ്ലിക്കിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ആ കേസിൽ ജാസ്മിന്റെ ഭാഗത്തും തെറ്റുണ്ട്, അഫ്സലിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ജാസ്മിൻ പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് അയാളുടെ പേര് പരാമർശിക്കരുതായിരുന്നു. ഈ പയ്യന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ ഈ പേഴ്സണൽ ചാറ്റ് എന്നുള്ള സാധനം പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് വിഷയത്തെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. കാരണം സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ അവനവന്റെ ലൈഫിനെ കുറിച്ചിട്ട് അതിനൊരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജാസ്മിന്റെ കേസിൽ ഈ പയ്യന് ഈ ജാസ്മിൻ ഓക്കെ ചീറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റില്ല. ജാസ്മിൻ ചീറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, റെസ്പെക്ട് ചെയ്യുന്നു ആ പയ്യനെ. ജാസ്മിനുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്തയെയും റെസ്പെക്ട് ചെയ്യുന്നു 100%. ഈ പയ്യൻ അനുഭവിച്ച കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടത്? ഒഴിയുക, സൈഡാവുക, ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുക. അവനവന്റെ കാര്യം ഇപ്പൊ പബ്ലിക് വന്ന് ചീത്ത വിളിക്കുന്നത് തെറ്റ് തന്നെയാണ്. പബ്ലിക്കിനെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ വീണ്ടും അവനവന്റെ പേഴ്സണൽ ലൈഫ് ചർച്ചയാവുകയാണ് ചെയ്യുന്നത്. അവനവന്റെ പേഴ്സണൽ ലൈഫ് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും ആ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു കോണ്ടന്റ് ആയി മാറുകയാണ്. അവനവന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ കമന്റ് ബോക്സിലൂടെയും വീഡിയോയിലൂടെയൊക്കെ ആൾക്കാർ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലാരിറ്റി കൊടുക്കേണ്ടത് കൊടുക്കണം. പക്ഷെ ഇതിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു മെച്ചമല്ല ഉണ്ടാവുന്നത്. അവനവന്റെ ലൈഫ് പന്ത് തട്ടണ പോലെ ആൾക്കാർ തട്ടിക്കളിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് ഉപദേശമൊന്നുമല്ല, ഞാൻ ഒരു കാര്യം തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വിഷയമാണത്. ഫാമിലി വ്ളോഗേഴ്സിന് വീഡിയോ ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർ വീഡിയോ ചെയ്തോട്ടെ. അവരുടെ പേഴ്സണൽ ലൈഫ് അവർ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് ഇട്ടോട്ടെ, അവരുടെ ഇഷ്ടം. പക്ഷെ ഈ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ, അവൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ആ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലോ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നല്ല രീതിയിൽ ബാധിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒരു പബ്ലിക് ലൈഫായി മാറി നാട്ടുകാർ നമ്മുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞ് അവരുടെ തെറിയും കേട്ട് ആ ലെവലിലേക്കൊക്കെ ആക്ച്വലി പോകും എന്നുള്ളത് തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ജാസ്മിനും ആ പയ്യനുമായ ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ഒരു ഭയങ്കരമായൊരു സംസാരിക്കാനോ ഭയങ്കരമായൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചിട്ട് 1008 വീഡിയോ ഇടാനോ അങ്ങനെയൊന്നും എനിക്ക് ആക്ച്വലി താല്പര്യമില്ല. ഞാൻ വളരെ ഷോർട്ടായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് ഇതിന് എക്സ്പ്ലനേഷൻ ആ പയ്യൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഇതിനൊരു അന്ത്യമല്ല. ഇത് ജാസ്മിൻ ഓൾറെഡി ഒരു ഹെയ്റ്റ് ഉണ്ട്, ആ ഹെയ്റ്റ് ഇപ്പോൾ കുറച്ചും കൂടി ഇരട്ടിച്ചിട്ടുണ്ടാവും. അതൊരു സൈഡിൽ കൂടെ പോവും. ഈ പയ്യൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഈ പയ്യനെ കുറേ ആൾക്കാർ പോയി തെറി വിളിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. അതിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ജാസ്മിൻ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ പയ്യനെ പോയിട്ട് ചീത്തയും തെറിയൊക്കെ ഒബ്വിയസ്ലി വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള വൃത്തികെട്ട പരിപാടിയാണ്. എന്തിനാണ് ഈ പറയുന്ന പയ്യനെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, ജാസ്മിൻ എന്ന് പറയുന്ന ആളെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ഓക്കെ, ഇതൊക്കെ ജാസ്മിനെ നമ്മൾ ഈ ഷോയിൽ കാണുന്ന പരിചയമേ ഉള്ളൂ. ഈ പയ്യനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഒരു പരിചയം മാത്രമേ ആക്ച്വലി ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്കിവിടെ വിഷയം കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് ഭയങ്കര നോളേജ് ഇല്ലാത്തോടത്തോളം കാലം, നോളേജ് ഉണ്ടെങ്കിലും പേഴ്സണൽ ലൈഫാണ്, അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോളേജ് ഇല്ലാത്തോടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അവരെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവിടെ കയറി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് കാണേണ്ട ആവശ്യമോ ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇനി ആ പയ്യനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് നല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ പയ്യൻ്റെ വിഷമം പറഞ്ഞു, പക്ഷെ ഇത് പറയുന്ന സമയത്ത് ആ എക്സ്പ്ലനേഷനും കണ്ടന്റായി മാറുകയാണ്. ആ എക്സ്പ്ലനേഷനും ആ പേഴ്സണൽ ലൈഫും ഇവിടെ ആൾക്കാർ കണ്ടന്റാക്കി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം മനസ്സിൽ വെച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല.
അല്ലെങ്കിൽ നാട്ടുകാരെ പറയുന്നിട്ട് നിങ്ങളിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഫോഴ്സ്ഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇനി എനിക്ക് നാട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നാട്ടുകാർക്ക് എന്തിൻ്റെ കേടാണ്? വൈ പീപ്പിൾ ആർ എന്താ പറയുക മോർ ക്യൂരിയസ് അബൌട്ട് ദീസ് പീപ്പിൾസ് പേഴ്സണൽ ലൈഫ്? വൈ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് വൈ പീപ്പിൾ ആർ മോർ ക്യൂരിയസ് അബൌട്ട് ദീസ് പീപ്പിൾസ് പേഴ്സണൽ ലൈഫ്? എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പൊട്ടൻ തന്നെ പറയാം, ഒരു പൊട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അഭിപ്രായം അറിയാൻ അയാൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി കാത്തിരിക്കുകയാണത്രേ. ഞാൻ ജാസ്മിനെ പൊക്കി അടിക്കാറാണല്ലോ പതിവ്, അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗം എന്താണെന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, ഇവനൊന്നും വേറെ പണിയില്ലേ? വേറെ പണിയില്ലാതെ ഇരിക്കുകയാണ് അവിടെ, ഒരു ചൊറിയും കുത്തിയിട്ട് ഇരിക്കുകയാണ് തോന്നുന്നു മൂപ്പര്. ഇതിങ്ങനെ ജാസ്മിൻ എന്ത് പറഞ്ഞു, ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ പയ്യൻ എന്ത് സംഭവിച്ചു, അവൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്, ഇതിങ്ങനെ നോക്കി വിവരം കെട്ടവനെ പോലെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു ഒരു പേഴ്സണാണെന്ന് തോന്നുന്നുണ്ട്. ഇതിങ്ങനെ നോക്കിയിരിക്കുക. ഇവിടെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയണ സമയത്ത് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതെങ്കിൽ വയ്ക്കുക. മനസ്സിലായ? ഇപ്പം അവർക്കൊന്നും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെട്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പൈസ കിട്ടും, ഇവിടെ വ്യൂവർഷിപ്പിനനുസരിച്ച് പൈസ കിട്ടും, അവർക്ക് ബെനിഫിറ്റ് ആക്ച്വലി ഉണ്ട്. മനസ്സിലായ? ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവരോടുള്ള ഹെയ്റ്റും മൂത്ത്, അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും കയറി ഇടപെട്ട് അതിലഭിപ്രായവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരി, ഇപ്പോൾ ജാസ്മിൻ്റെ ഫാൻസും മറ്റേ ചെങ്ങായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരി എറിയുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരാം എന്നല്ലാതെ, ആ തീട്ടം എത്ര മനോന് കിട്ടി എന്നുള്ളത് എണ്ണിപ്പെറുക്കിയിട്ട് ആശ്വസിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് യാതൊരു മെച്ചവും ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല. ആ ഒരു കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ മേ ബി കിട്ടുമായിരിക്കും, അതുകൊണ്ട് പുഴുങ്ങി തന്ന അരി ആവില്ല. അല്ലെങ്കിൽ അത് അവിടെ എന്താണ് അരി മാത്രം അവിടെ മേടിച്ച് വെച്ചാൽ അത് ചോറാവില്ല അത്. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ആ രീതിക്ക് വിട്ടുകളയുന്ന തന്നെ ആയിരിക്കും ബുദ്ധി. അവർ ഇറങ്ങി വന്നിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തീരുമാനം ആക്ച്വലി ഉണ്ടാക്കട്ടെ, അതല്ലേ നല്ലത്. അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാക്കട്ടെ.